ഗൈസ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇതൊരു വെറൈറ്റി സാധനമാണ്. കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇത് ആമയാണോ മൊയിലാണോ എന്നൊക്കെ തോന്നുന്നുണ്ടോ നമുക്കറിയത്തില്ല. എന്തായാലും ഇത് സാധനം ബീഫിന്റെ നാക്കാണ്. കണ്ടോ എന്നാ നാക്ക. നമ്മളൊക്കെ പറയില്ല ആണുങ്ങളും പെണ്ണുങ്ങളും എന്നാ വലിയ നാക്കാന്നൊക്കെ പറയില്ല. എന്ന് പറഞ്ഞ പോലെ ഈ പോത്തിന് ഇത്രയും വലിയ നാക്കുണ്ടെന്ന് നമ്മളിപ്പോഴാണ് വിചാരിച്ച്. എന്തായാലും ഇന്ന് നമ്മളിത് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. റോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേക മസാലയൊക്കെ ഇട്ട് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല ജഗയാക്കി എടുക്കുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാണ്. അതിനു മുന്നേ എല്ലാവരും കണ്ടില്ല ഇത്രയും വലുപ്പമുണ്ട്. അപ്പം ഇത് 2 കിലോയാണ് ഇത് കേട്ടോ. 2 കിലോയ്ക്ക് മേളിലുണ്ട്. അപ്പം ഇത് വെച്ചതിന് ശേഷം നിങ്ങളും ഒന്ന് വീട്ടിലൊന്ന് വെച്ച് നോക്കാം. അപ്പം എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് അങ്ങ് പോകണം കേട്ടോ. ഇതിന് ഈ പുറത്ത് കാണുന്ന അരവില്ല, ഈ സ്കിന്ന് നമുക്കത് കളയണം. അത് കളഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ചിലർ ചൂടുവെള്ളത്തിലിട്ടിട്ട് പൊളിക്കുന്നതാണ്. നമ്മൾ അതുപോലെയല്ല, നമ്മളത് 4-5 പീസാക്കിയതിന് ശേഷം അതിൻ്റെ സ്കിന്ന് സെപ്പറേറ്റ് നമ്മൾ കത്തി കൊണ്ട് ചെത്തിക്കളയുവാണ്. ഇതാണ് അരവുള്ള ഭാഗം കണ്ടോ. ഇതാണ് നമുക്ക് കളയേണ്ടത്. അപ്പം നമ്മൾ ഒരു 4 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതൊരു സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ അങ്ങ് ചെയ്യുക. ആ തോലയിലങ്ങ് പിടിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങ് പോരും. സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുറിക്കാൻ പോവാണ്. നമ്മളിനി ഇത് കഴുകാൻ പോവാണേ. അപ്പോൾ 1-2 വട്ടം കഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് സവോള ഒരു മീഡിയം ടൈപ്പ് 4 എണ്ണം. അത് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അപ്പം പച്ചമുളക് ഒരു 3 എണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് എരിവ് ഇവിടുത്തെ ഇസ്രായേലിലുള്ള മുളകിന് എരിവ് കുറവാണ്. അപ്പോൾ നിങ്ങൾ എരിവ് അനുസരിച്ച് ഇടുക. നമ്മളൊരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വെളുത്തുള്ളി ഇഞ്ചിയാണ്. അത് ഞങ്ങൾ ചോപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ 1 പിന്നെ ഒരു ഹാഫും കൂടി എടുക്കുക. അപ്പോൾ 1.5 എടുത്തിട്ട് ചോപ്പ് ചെയ്യാൻ വിടുക. പിന്നെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയാണ് വേണ്ടത് 50 ഗ്രാം അതും. പിന്നെ അത് കഴിഞ്ഞ് തക്കാളി നമുക്കൊരു മീഡിയം ലെവലിൽ ഒരു 4 എണ്ണം. നമ്മുടെ പൊടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ബീഫ് മസാല 1.5 ടേബിൾ സ്പൂണ്, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, പിന്നെ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ. നമുക്ക് ഇങ്ങനത്തെ അരിപ്പയോ അല്ലെങ്കിൽ ഓട്ടപാത്രം ഉണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ വെള്ളമെല്ലാം വാർന്നു പോകും. വാർന്നു പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഫുള്ളിടും. എന്നിട്ട് നമ്മൾ പകുതി ഹാഫ് സബോള ഇടുന്നു. ഓക്കെ. ശേഷം നമ്മൾ പച്ചമുളക് അതിൻ്റെ ഒന്നൊരു പകുതി ഇടുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും നമ്മളൊരു പകുതി ഇടുന്നു. ബാക്കി നമ്മൾ വഴറ്റിയിട്ടാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് അവസാനം. അത് നമ്മൾ പിന്നെ ഇതിന് വഴിയിലെ നമുക്ക് കാണാം. മസാലയിൽ മഞ്ഞൾപ്പൊടി നമ്മൾ ഹാഫ് ഉപയോഗിക്കുന്നു. പിന്നെ ഒരു ഹാഫ് കുരുമുളക് പൊടി, മല്ലിപ്പൊടി നമ്മൾ ഇപ്പോൾ ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും നമ്മൾ ഹാഫ് ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ പൊടികളും ബാലൻസ് വന്നിരിക്കുന്ന എല്ലാം നമ്മൾ സവോള വഴറ്റുന്ന സമയത്ത് ഇടുന്നതാണ്. ആവശ്യത്തിന് നമ്മൾ ഉപ്പിടുന്നുണ്ട്. ലേശം എണ്ണ ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഒരു അരമണിക്കൂർ. അതിനുശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്.
നാക്ക് നമ്മൾ ഏകദേശം കുറച്ച് നേരം ആയിട്ടുണ്ട്, ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് നല്ല കിടിലം മണമാണ്, അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നമുക്ക് കിടിലൻ നാക്ക് കറി, നാക്ക് റോസ്റ്റ് നമുക്ക് കഴിയും. അപ്പം എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമ്മൾ ഇനിയുള്ളത് പൊടി ഇടുകയാണ്, ബാക്കിയുള്ള പൊടികൾ ഇടുകയാണ്. അടിപൊളി നമ്മുടെ നാക്ക് റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഏകദേശം, കണ്ടോ. ഇനി നമുക്കിനി ഉള്ളിയും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും കൂടി ചേർത്താൽ മതി. ഇതും കൂടി അങ്ങ് ചേർത്തൊരു 10-15 മിനിറ്റും കൂടി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റ് റെഡിയായി. നമ്മുടെ നാക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനത് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. പൊളി സാധനം. ആദ്യം ഇത് കഴിക്കാനൊക്കെ മടിയല്ല, ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മടിയായിരുന്നു, പക്ഷെ സാധനം റെഡി ആകുമ്പോൾ പൊളി. അപ്പൊ നമ്മുടെ ക്യാമറമാൻ ഇവിടെ ഉണ്ട്, മനുവും കൂടി അങ്ങ് ടേസ്റ്റ് ചെയ്യും. മനു നല്ല അലുവ പോലെ ഇടും, അടിപൊളി അല്ലേ. അപ്പൊ നമ്മള് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് അല്ലേ എന്ന് പറഞ്ഞോളൂ. അപ്പൊ എന്റെ കൂട്ടുകാരെ, അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ കാത്തിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ലൈക്കൻ കൂടി ഞെക്കി ഓൾ ആക്കുക, എല്ലാ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക. ക്യാമറമാൻ മനുവിനോടൊപ്പം സനോജ്. അപ്പോൾ ബൈ ബൈ.